രാജഗിരി കരിങ്കൽ ക്വാറിയിൽ കൂറ്റൻ പാറക്കല്ലുകൾ ഉരുണ്ടിറങ്ങി അപകടഭീതി നിലനിൽക്കുന്ന സ്ഥലം ടി.ഐ. മധുസൂദനൻ എം.എൽ.എയും സംഘവും സന്ദർശിച്ചു. This news is brought to you by സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. രാജഗിരി കരിങ്കൽ ക്വാറിയിൽ കൂറ്റൻ പാറക്കല്ലുകൾ ഉരുണ്ടിറങ്ങി അപകടഭീതി നിലനിൽക്കുന്ന സ്ഥലം ടി.ഐ. മധുസൂദനൻ എം.എൽ.എയും സംഘവും സന്ദർശിച്ചു. സംഭവത്തെക്കുറിച്ച് പ്രദേശവാസികളോട് എം.എൽ.എ ചോദിച്ചറിഞ്ഞു. ആരെയും ഞെട്ടിപ്പിക്കുന്ന സംഭവമാണിതെന്നും വലിയ ദുരന്തം ഓർമ്മിപ്പിക്കുന്ന വയനാട് ചൂരൽമലയ്ക്ക് സമാനമായ സന്ദർഭമാണിതെന്നും റെഡ് സോണിൽപ്പെടുന്ന ഇവിടെ ഒരു തരത്തിലുള്ള മൈനിങ്ങും നടത്താൻ പാടില്ലാത്ത സ്ഥലമാണെന്നും വൻ ദുരന്തമൊഴിവായത് സുഹൃതമാണെന്നും എം.എൽ.എ പറഞ്ഞു. ആരെയും ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമാണ് രാജഗിരിയിൽ ഇന്നലെ സംഭവിച്ചത്. വലിയ അത്യാഹിതങ്ങളില്ലാതെ വന്നത് യഥാർത്ഥത്തിൽ ആ ഒരു സമയത്തിൻ്റെയും ഒരു സന്ദർഭത്തിൻ്റെയും ഒരു പ്രത്യേകത കൊണ്ടാണ് എന്ന് മാത്രമേ നമുക്ക് കരുതാൻ പറ്റുള്ളൂ. നമ്മളെല്ലാം പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് നിന്ന് ഉള്ള ഒരു കാഴ്ചയാണ്. വലിയ രണ്ട് കല്ലുകളാണ് ഈ വളരെ ഉയരത്തിൽ നിന്ന് റോഡിലേക്ക് വന്നു. ഞാനിവിടെ എത്തുമ്പോൾ വയനാട് ദുരന്ത സ്ഥലത്ത് പോയതിൻ്റെ ഒരു ഓർമ്മയും ഞെട്ടലുമാണ് ഉണ്ടാക്കിയത്. കാരണം അതുപോലെ ഒരു കുന്ന് മുഴുവനും ഇടിഞ്ഞിങ്ങോട്ടേക്ക് വരുന്നത് പോലെയുള്ളൊരു അനുഭവമാണ് കാണാൻ സാധിക്കുന്നത്. സോൺ 1 പെടുന്ന റെഡ് സോണിൽ പെടുന്ന ഒരു സ്ഥലമാണ്. ഒരു തരത്തിലും ഇത്തരം മൈനിങ് നടത്താൻ പാടില്ലാത്ത ഒരു ഇടമാണ് ഇവിടെ. ഇവിടെയാണ് പല രീതിയിലും കോടതിയിൽ നിന്ന് പോലും ചില അനുമതികളൊക്കെ വാങ്ങി ഈ മൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള കല്ല് പൊട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പെർമിറ്റ് വാങ്ങി ഈ രീതിയിലുള്ള കെടുതി ഈ നാടിന് വരുത്തക്ക നിലയിൽ കാര്യങ്ങൾ ചെയ്തു വരുന്നു. ഇന്നലെ മുതൽ ജോസിഗിരിയിലേക്ക് ഉള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. കറണ്ട് വൈദ്യുതി കമ്പി ഇതൊക്കെ വലിയ അത്യാഹിതം ഇല്ലാതിരുന്നത് എന്താ പറഞ്ഞത്, എന്തോ ഒരു ഇത് നാടിൻ്റെ ഒരു സുഹൃതം എന്ന് വേണമെങ്കിൽ പറയാം. ഈ കമ്പി വലിയ KV ലൈനൊക്കെ ഇങ്ങനെ പൊട്ടി വീണ് കിടക്കുന്നത് ഈ റോഡിൽ നമ്മൾ കാണുകയാണ്. പഞ്ചായത്തിന് ഇപ്പോൾ ഇതിൽ കാര്യമായിട്ടുള്ള റോഡും ചെയ്യാനില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു പൊതുസ്ഥിതി വെച്ചുകൊണ്ട് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാം. അതിനെയൊക്കെ മറികടക്കാൻ പാകത്തിലുള്ള വൻ ക്വാറി മാഫിയ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും മറ്റ് പിന്നാമ്പുറങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഞങ്ങളാരും. ജില്ലാ കളക്ടറുമായും പോലീസ് ഉദ്യോഗസ്ഥരുമായും ജിയോളജി വകുപ്പുമായും ദുരന്ത നിവാരണ സേനയുടെ ചുമതലയുള്ള ഓഫീസർമാരുമായും ഇവിടെയെത്തി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ക്വാറിക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ പഞ്ചായത്ത് നടപടിയെടുക്കുമെന്നും ജനങ്ങളെ ധിക്കരിച്ചുള്ള ഖനനത്തിന് അനുവദിക്കില്ലെന്നും എം.എൽ.എ പറഞ്ഞു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോയി, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി സത്യപാലൻ, പി ശശിധരൻ, ATV ദാമോദരൻ, CBM തോമസ് തുടങ്ങിയവരും എം.എൽ.എക്കൊപ്പമുണ്ടായിരുന്നു. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.